ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിന് മുൻപുള്ള കുറച്ച് മാസങ്ങളിൽ പിണറായി വിജയനുമായി ഏറ്റവും ചേർത്ത് പാടിയിട്ടുള്ളൊരു പേരാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു, അതിന് പിണറായി വിജയൻ മൗനസമ്മതം കൊടുക്കുന്നു. അപ്പോഴെല്ലാം ഇടതുപക്ഷ സൈബറിടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും ഇത് ചെയ്യുന്നുണ്ട്, പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കുറേ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ കെട്ടിപ്പിടിക്കുന്ന, അവർ തമ്മിൽ ഹഗ് ചെയ്യുന്ന ഒരു ഫോട്ടോയും കുറച്ച് വിഷ്വൽസും ഒക്കെ ആയിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തനിനിറം കണ്ടു എന്നുള്ള രീതിയിലൊക്കെ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ നേരത്തെ ഉണ്ടായ പ്രചാരണങ്ങൾ പോലെ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി ഫാമിലിയുമായിട്ട് കോൺഗ്രസ് നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് ഈ പറഞ്ഞ അടുത്ത ബന്ധം, ഒരു വോട്ട് രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടാകുമോ? നമുക്ക് അച്ഛൻ ചെയ്ത തെറ്റിന് മകൻ ഉത്തരവാദിയാണെങ്കിൽ തിരിച്ച് മക്കൾ ചെയ്യുന്ന തെറ്റിന് അച്ഛന്മാർ ഉത്തരവാദികളല്ലേ? അങ്ങനെയാണെങ്കിൽ വീണ തൈക്കണ്ടി ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന തെറ്റിന് പിണറായി വിജയനും കുറ്റക്കാരനാണ് എന്ന് ഇടതുപക്ഷം സമ്മതിക്കേണ്ടി വരും. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളായ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും ചെയ്ത തെറ്റുകൾക്ക് അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ അക്കൗണ്ടബിൾ ആവില്ലേ? ആവോ ഇല്ലയോ? കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ MLA ചെയ്ത തെറ്റുകൾക്ക് യശശരീരരായ R ബാലകൃഷ്ണപിള്ള ഉത്തരവാദിയാകുന്ന സാഹചര്യവും ഉണ്ടാകും. ഇല്ലേ? ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് വെള്ളാപ്പള്ളി വേറെ, തുഷാർ വെള്ളാപ്പള്ളി വേറെ. പക്ഷെ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ വൈസ് ചെയർമാനാണ്, അല്ലേ? അവർ NDAയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെയർമാനാണ്. BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ്. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു മന്ത്രി ഈ തുഷാർ വെള്ളാപ്പള്ളിയെ കാണുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, ഒരു തെറ്റുമില്ല. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടാൽ അതിൽ വല്ല തെറ്റുമുണ്ടോ? തെറ്റില്ല. അദ്ദേഹം MLA കൂടിയാണ്. അദ്ദേഹത്തിന് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ട ആശംസകൾ അറിയിക്കാം. നമ്മൾ VD സതീശൻ ഈ പറയപ്പെടുന്ന നരേന്ദ്രമോദിയെ കണ്ടപ്പോഴും അമിത്ഷായെ കണ്ടപ്പോഴും ഇവരിതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? ഇനി വിഷയത്തിലേക്ക് വരിക. ഇവിടെ എന്താ പ്രശ്നം? രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി തുഷാർ വെള്ളാപ്പള്ളിയുടെ പൊന്നാട സ്വീകരിച്ചു. ഇതാണല്ലോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നരേറ്റീവ്. അതും സ്റ്റേറ്റുകാരിലെത്തി എന്നൊരു നരേറ്റീവ് ഉണ്ട്. സ്വാഭാവികമായും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ സ്റ്റേറ്റുകാർ ഉപയോഗിക്കാമേ. ഇനി അദ്ദേഹം എത്തിയത് കണിച്ചുകുളങ്ങരയിലെ ബിനീഷ് ഈ പറയപ്പെടുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലാണ്. തുഷാർ വെള്ളാപ്പള്ളി എൻ്റെ അറിവിൽ താമസിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ തന്നെയാണ്. ആ വീട്ടിലെത്തി തുഷാറിനെ കണ്ട് തുഷാറിൻ്റെ കയ്യിൽ നിന്ന് പൊന്നാട സ്വീകരിച്ച രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളി നടേശനെ കാണാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പൊതുവേ തോന്നിയൊരു സംശയമാണ് ആ വീഡിയോ. എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം അവിടെ വന്നിട്ട് വെള്ളാപ്പള്ളിയെ കാണാതെ പോകുന്നത്? അദ്ദേഹം ആ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്. ആ വീട്ടിലാണ് കണ്ടതെങ്കിൽ ഇതിൻ്റെ സത്യം അതല്ല. തുഷാർ വെള്ളാപ്പള്ളി വിവാഹം കഴിച്ചിരിക്കുന്നത് ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ്. അവിടുത്തെ പ്രമുഖ വ്യവസായി ആയിട്ടുള്ള അശോക പണിക്കരുടെ മകളാണ് ഈ പറയപ്പെടുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യ. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യാഗ്രഹത്തിൽ ഒരു സ്വകാര്യ ചടങ്ങ് നടക്കും. ആ സ്വകാര്യ ചടങ്ങിൽ ഹരിപ്പാടിൻ്റെ MLAയും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. അദ്ദേഹം UDFൻ്റെ മന്ത്രിസഭയിലെ പ്രമുഖനായ മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ആ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിരിക്കുന്ന ആൾ BJP നേതാവ് അല്ലെങ്കിൽ NDA നേതാവ് ആയതുകൊണ്ട് പോകരുത് എന്നുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ OJ ജനീഷിന് വിരുന്ന് കൊടുത്തത് ഒരു CPI കാരനാണ്. OJ ജനീഷിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഒരു CPI കാരൻ്റെ വീടാണ്, ഞാൻ അവിടെ ആഹാരം കഴിക്കാൻ വരില്ല എന്ന്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവിക ഹരിപ്പാട്ട് നടക്കുന്ന അശോക പണിക്കരുടെ വീട്ടിലെ സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം അവിടുത്തെ MLA എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കാനെത്തുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി ഒരു പൊന്നാടയും ഒരു പുസ്തകമാണെന്ന് തോന്നുന്നു കൊടുത്ത് സ്വീകരിക്കുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി പൊന്നാട അണിയിക്കാനും ഈ പുസ്തകം കൊടുക്കാനും ചെല്ലുമ്പോൾ നീ NDAയുടെ നേതാവാണ്, കാണണ്ട, മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറയാൻ പറ്റുമോ? അത് തുഷാർ വെള്ളാപ്പള്ളിയും രമേശ് ചെന്നിത്തലയുമാണ്, അല്ലാതെ പിണറായി വിജയനും K സുധാകരനും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് ഈ ഇടതുപക്ഷം വലിയ രീതിയിൽ ട്രോളുന്നത്. ഇവരിതിനെ ഉപമിക്കുന്നത് എന്തുമായിട്ടാണ്? മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിക്കൊണ്ട് പോയപ്പോൾ വിമർശിച്ചു എന്ന തരത്തിലാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ കാറിൽ കൊച്ചുമകനും ഭാര്യയും അല്ലാതെ ഈ മകളെയും മുഹമ്മദ് റിയാസിനെ പോലും യാത്ര ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? മരുമകനെ പോലും ആ കാറിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും
സ്വകാര്യത ആഗ്രഹിക്കുന്ന മറ്റാരെയും ആ കാറിൽ കയറ്റാത്ത പിണറായി വിജയൻ ഒരു സാമുദായിക നേതാവിനെ കയറ്റിക്കൊണ്ടുപോയത്, വർഗീയത പറയുന്ന ഒരു സാമുദായിക നേതാവിനെ അതുപോലൊരു പരിപാടിക്ക് കയറ്റിക്കൊണ്ടുപോയി ഔദ്യോഗിക കാറിൽ കയറ്റിക്കൊണ്ടുപോയതാണ് പ്രശ്നം. രമേശ് ചെന്നിത്തലയുടെ കാറിൽ ആർക്കും കയറാം, പാർട്ടി പ്രവർത്തകരെയൊക്കെ കയറ്റുന്ന കാറാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ്. അതിനുമപ്പുറത്തേക്ക് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ അല്ലല്ലോ SNDP മഹത്തരമായ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു സംഘടനയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശത്താൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. അപ്പോൾ SNDP നേതൃത്വവുമായിട്ടും SNDPയുമായിട്ടും ശ്രീനാരായണീയരുമായും ആത്മബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അതുപോലെ NSSുമായിട്ടും നായർ സമുദായ അംഗങ്ങളുമായിട്ടും. UDF വോട്ട് പിടിച്ചത് എങ്ങനെയാ? UDFന് നേതൃത്വം കൊടുത്ത VD സതീശൻ വർഗീയവാദികളുടെ വോട്ട് വേണ്ട, ജാതി വിവേചനം കാണിക്കുന്നവന്റെ വോട്ട് വേണ്ട, സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണകളിൽ വോട്ടിന് വേണ്ടി നിരങ്ങില്ല. ഇനി ഒരു പക്ഷെ VD സതീശനും ഈ പറയപ്പെടുന്ന സുകുമാരൻ നായരെയും തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ടു, വെള്ളാപ്പള്ളി നടേശനെയും കണ്ടേക്കാം. പിറന്നാൾ ദിനത്തിൽ തുഷാർ വെള്ളാപ്പള്ളി ആലുവയിലെ VD സതീശന്റെ വീട്ടിലെത്തി പിറന്നാൾ ദിനാശംസകൾ അറിയിച്ചു. അതും ചർച്ചയാണ്. ഇനി കൊല്ലത്തേക്ക് പോയാൽ കൊല്ലത്ത് നിന്ന് ജയിച്ച ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തി പൊന്നാട എണീച്ച് കൈകൊണ്ട് അവരെ അനുഗ്രഹിച്ചു. ബിന്ദു കൃഷ്ണ SNDP എന്ന് പറയുന്ന മഹത്തരമായ സമുദായ ആ സംഘടനയുടെ കീഴിൽ അംഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഒരു സാമുദായിക സന്തുലനം മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബിന്ദു കൃഷ്ണ മന്ത്രിയായത്. ഇല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനാണ് ബിന്ദു കൃഷ്ണയേക്കാൾ സീനിയർ. SNDP അംഗം എന്ന നിലയിൽ തന്നെയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് ആ സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം പ്രശ്നം വരുന്നത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്തിരുന്നത് ഒരു ഇടതുപക്ഷ അംഗമോ മന്ത്രിയോ MLA ആയിരുന്നെങ്കിൽ വിമർശനങ്ങൾ തിരിച്ചുണ്ടാകുമായിരുന്നല്ലോ എന്നൊരു ചോദ്യം. എത്രയോ ഇടതുപക്ഷ അംഗങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും അവിടെ പോകുന്നു, അവരെ കാണുന്നു. നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ നിലവിൽ SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതാണ് പോയിന്റ്. നമുക്ക് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ പിണറായി വിജയനെ അംഗീകരിക്കാത്ത ആളുകൾ പോലും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞിരുന്നത്. അത് അദ്ദേഹം ഇരിക്കുന്ന കസേരയുടേത്, അദ്ദേഹം ഇരിക്കുന്ന പൊസിഷന്റെ വാല്യൂ ആണ്. ഇപ്പൊ SNDP ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു വലിയ സമുദായത്തിന്റെ നേതാവാണെന്നേ. അയാളെ അങ്ങ് പൂർണ്ണമായി അവഗണിക്കാൻ സാധിക്കില്ല. അപ്പൊ അയാൾ പറയുന്ന കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത നിലപാടുകളെ തള്ളിപ്പറയുകയും ഒപ്പം അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന സംഘടനയിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു വലിയ രീതിയിൽ അതിനെ കണ്ടാൽ പോലെ. അപ്പോൾ സ്വാഭാവികമായും ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടിയ സ്ഥാനലബ്ധി അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഒരുപക്ഷെ SNDP അനുകൂല വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടാകാം. ബിന്ദു കൃഷ്ണയ്ക്ക് അവരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ കാണാൻ തോന്നിയപ്പോൾ പോയി കണ്ടതിൽ എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല അതിലുള്ള തെറ്റ്. കാർ കയറ്റിക്കൊണ്ട് പോയില്ലല്ലോ. കാർ കയറ്റിക്കൊണ്ട് പോയോ? ഏതെങ്കിലും കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം SNDPക്കോ NSSനോ എതിരായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM ഇത്തരം സംഘടനകൾക്കെതിരായിരുന്നു. അങ്ങനെ ഒരു പ്രസ്ഥാനം അതിൻ്റെ നേതാവിനെ, വർഗീയത പറയുന്ന നേതാവിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് പ്രശ്നമാണ് എന്നുള്ളതാണ് സംഭവം. സിമ്പിൾ ലോജിക്കാണ്. നാളെ ഒരു പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന BDJS ഇടതുപക്ഷത്തിലേക്ക് പോയാലും വലതുപക്ഷത്തിലേക്ക് പോയാലും ഒരു നേതാക്കൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അതൊരു വോട്ട് ബാങ്കാണ്. ഇത് തുഷാർ വെള്ളാപ്പള്ളിയാണ് കണ്ടത്, അല്ലാതെ വെള്ളാപ്പള്ളി നടേശനെ അല്ല രമേശ് ചെന്നിത്തല കണ്ടത്. അതും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച്. തുഷാർ വെള്ളാപ്പള്ളി അവിടെ ഉള്ളത് കൊണ്ട് അവർ കണ്ടു, കൈ കൊടുത്തു, ഷോൾ സ്വീകരിച്ചു. അതിന് എന്താണ് ഇത്ര പൊള്ളാൻ? എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു പ്രശ്നമുള്ളതായിട്ട്.